ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോ എന്ന് പറയുന്നത് അന്ന് ഞാൻ ടൂറിന് പോയെന്ന് പറഞ്ഞില്ല, ആ ഇട്ടതിൻ്റെ ബാക്കിയാണ്. നമ്മൾ ഫുഡ് കഴിക്കുന്ന വരെ ഇട്ടിട്ടുള്ളൂ, അന്ന് പോയിൻ്റെന്ന്. പിന്നെ ഫുഡ് കഴിച്ചിട്ടുള്ള വീഡിയോ ആണ് ഇത്. ഫുഡ് കഴിച്ചിട്ട് നമ്മളെല്ലാം പിന്നെ ഫുഡ് കഴിച്ച് പിന്നെ ഡാൻസ് ഒന്നും ഇല്ലായിരുന്നു, കുറച്ച് നേരം റെസ്റ്റ് ഉറങ്ങാമെന്ന് പറഞ്ഞു. പക്ഷെ ഉറങ്ങിയൊന്നുമില്ല. പിന്നെ തണുപ്പൊക്കെ ആയപ്പോൾ നമ്മൾ അതിന് കാഴ്ചയൊക്കെ കണ്ട് ഇരുന്നു. മക്കളൊക്കെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊക്കെ ഉറങ്ങി. നമ്മൾ പിന്നെ ഉറങ്ങിയൊന്നുമില്ല, നമ്മൾ ആ പറ്റിലെടുത്ത് വീഡിയോയൊക്കെ എടുക്കാനായിട്ടൊക്കെ ഇരുന്നു. വീഡിയോ ഒക്കെ നല്ല തണുപ്പായിരുന്നു. നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ട് ഇറങ്ങി കുറച്ച് എത്തിയപ്പോഴേക്കും നല്ല സ്ഥലങ്ങളെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നല്ല തണുപ്പ്. ആ ടൈമിൽ ഇങ്ങനെ തണുപ്പും കോടയൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു ടൈമായിരുന്നു. എന്നിട്ട് നല്ല നമ്മൾ അങ്ങ് പോവേ കോട കൂടി 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 വന്ന് തണുപ്പും കൂടി കൂടി വന്നു. നമ്മൾ തേയിലത്തോട്ടമൊക്കെ കണ്ടാണ് പോകുന്നത്. പക്ഷെ ഇവിടെ ഇറങ്ങാൻ നമുക്ക് പറ്റിയില്ല, ഭയങ്കര തണുപ്പായിരുന്നു. ഞാൻ പറഞ്ഞില്ല, നല്ല തണുപ്പായിരുന്നു. അപ്പോൾ പിന്നെ ഇറങ്ങി ഫോട്ടോ എടുക്കാനൊന്നുള്ള ഒരു ആംബിയൻസ് നമുക്കില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ എനിക്കെന്ന് വെച്ചാൽ തണുപ്പ് കാണുന്നതേ ഭയങ്കര ഇതാണ്. ഞാൻ തണുപ്പും ചൂടാണെങ്കിൽ പോലും പുതപ്പും മൂടി കിടക്കുന്ന ഒരാളാണ്. ദുക്കൂസൊക്കെ ഉറങ്ങി കേട്ടോ, ദുഃഖം ഉറങ്ങും. സിനാനും ഒരു മോളും കൂടെ കാഴ്ചയൊക്കെ കണ്ട് തണുപ്പൊക്കെ ഇത് ചെയ്ത്. അവർക്ക് തണുപ്പൊന്നുമില്ല, അവർ ഇതൊക്കെ തുറന്നിട്ട് ക്ലാസ്സൊക്കെ തുറന്നിട്ട് തണുപ്പൊക്കെ എന്ത് തണുപ്പ് നമുക്ക് എന്നുള്ള രീതിയിൽ അവരിതൊക്കെ കാണുന്നു. ഞാൻ ഗ്ലാസ്സൊക്കെ അടച്ചിട്ട് വീഡിയോ എടുക്കുമ്പോൾ മാത്രം തുറക്കും, വീണ്ടും അടയ്ക്കും, വീഡിയോ എടുക്കുമ്പോൾ മാത്രം തുറക്കും, വീണ്ടും അടയ്ക്കും. അങ്ങനെയായിരുന്നു. കാരണം എനിക്ക് നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ പോണ വഴിക്ക് നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. കാഴ്ച വരുമ്പോൾ പെട്ടെന്ന് എടുക്കുമ്പോൾ ചിലപ്പോഴൊന്നും കിട്ടത്തില്ല. പിന്നെ ഞാൻ ഫോൺ ഇങ്ങനെ തന്നെ വെച്ചുകൊണ്ടിരുന്നു. എപ്പോൾ ക്യാമറയിൽ ഇത് ഓണാകും. എന്നിട്ട് അതുകൊണ്ട് അങ്ങ് ഒരു വെള്ളച്ചാട്ടം ജസ്റ്റ് ചെറുതായിട്ട് ഇങ്ങനെ നേരിയ ഇതിലിങ്ങനെ പോകണേട്ടാ. അപ്പം ഞാൻ വെച്ച് പെട്ടെന്ന് അങ്ങ് വീഡിയോ ഇട്ടാൽ കിട്ടി. വീഡിയോ എന്തായാലും സൂം ചെയ്തൊക്കെ എടുത്തെങ്കിലും ഞാൻ വിചാരിച്ച് കിട്ടി കാണൂലെന്ന്. എന്തായാലും അത് കിട്ടി. ഫുഡൊക്കെ കഴിച്ചതിൽ മയക്കം വന്ന് പിന്നെ കുറച്ച് നേരം നമ്മൾ ഉറങ്ങി. പിന്നെ നൈറ്റ് അവിടെ എത്തിയിട്ടുള്ളതാണ് ഇതൊക്കെ. അത് കുറച്ച് വീഡിയോസൊന്നും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും അതുകൂടെ എഡിറ്റ് ചെയ്തിടാം. ഇത് പിന്നെ നമ്മൾ രാത്രി കുറച്ച് പ്രോഗ്രാം ഉണ്ട്, അതിൽ വിഷമം പറയുന്ന ഒരു പ്രോഗ്രാമാണത്. അത് നല്ലതായിരുന്നു കേട്ടോ. പിന്നെ നേരം വെളുത്തിട്ടുള്ള കാഴ്ചയാണിത്. കോട മഞ്ഞൊക്കെ ഇങ്ങനെ വരുന്ന കാഴ്ചയാണ്. അപ്പോൾ ഇന്നലെ രാത്രിത്തെ കാര്യം ഞാൻ പറഞ്ഞു തീർത്തില്ല. അതൊക്കെ ഫുൾ ഡീറ്റെയിൽസ് വീഡിയോ നമുക്ക് കിട്ടിയിട്ടില്ല. അത് കിട്ടുമ്പോൾ ഞാൻ ഒന്നും കൂടെ യൂട്യൂബിൽ ഇടുന്നതാണ്. പിന്നെ നമ്മൾ ട്രക്കിങ്ങിന് പോയതാണ്. 2 ജീപ്പിലാണ് പോയത്. എൻ്റെ ദുക്കൂസിനൊക്കെ ഭയങ്കര സന്തോഷം. ദുക്കു ആദ്യമൊക്കെ നല്ല ആക്റ്റീവായിട്ടിരുന്ന് പാട്ടൊക്കെ കേട്ട് ഭയങ്കര ഇതിലിരുന്നാണ്ട് അപ്പുറത്തിരുന്ന കൊച്ചു പോയിട്ട് അടി കൂടാന്നിരിക്കണം അതിൻ്റെ ഇടയിൽ. പിന്നെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് എൻ്റെ പൊന്നോ നല്ല മോനെന്നൊക്കെ പറഞ്ഞിരുത്തിയതാണിത്. ഇത്തിരി എന്തെങ്കിലും ഒരു ചെറിയൊരു വഴക്കൂടാനോ അടി കൂടാനോ ഒരു അവസരം കിട്ടിയ എൻ്റെ മോൻ അവിടെ കേടി അങ്ങ് മെഴുകും. പിന്നല്ല, എന്തായാലും അതൊക്കെ ഇതാക്കിയിട്ട് പിന്നെ ജീപ്പിനകത്തിരുന്ന് ഞാനും വിചാരിച്ചു എൻ്റെ ഫോട്ടോ എടുക്കുമായിരുന്നു. അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ട്രക്കിങ്ങിന് ഇത്തിരി വീഡിയോ എടുത്ത് ഇങ്ങനെ കാണിക്കണമല്ലോ. പക്ഷേ ഫോൺ തറയിൽ പോകുമെന്ന് പേടിച്ചാണ് ഞാൻ വീഡിയോ കുറച്ച് പൂലെടുത്തിട്ട് അങ്ങ് നിർത്തിയത്. കാരണം ഇങ്ങനെ ഇത് കട്ടർ കൊണ്ടാ ചാടുമ്പോൾ തന്നെ നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം. ഇപ്പം എനിക്ക് പേടിയല്ല, കയ്യിൽ നിന്നെങ്ങാനും ഫോൺ അങ്ങ് തറയിൽ പോയാൽ പിന്നെ തീർന്നു. ഒന്നാമത് ഡിസ്പ്ലേ ഒക്കെ പോയിരിക്കണം ഫോണാണ്. അങ്ങനെ നമ്മൾ എനിക്ക് പോയ സ്ഥലങ്ങളുടെ പേരൊന്നും കറക്റ്റ് അറിയില്ല. പോവാന്ന് പറഞ്ഞ് ഞാനങ്ങ് പോയി, അത്ര തന്നെ. പിന്നെ ഇതൊക്കെ കണ്ട് ഇതിലേ കൂടെ ആണ്ട് ഇപ്പോൾ ഒരു കുതിര ഇങ്ങനെ നടന്നു നോക്കട്ടെ. ഒറ്റയ്ക്ക് ആരും ഇല്ലതോ കൊണ്ട് കണ്ട ആരും ഇല്ലാത്ത കുതിര. ആരോരും ഇല്ല, ആരും ചോദിക്കാനും ഇല്ല പറയാനും ഇല്ല. അത് നടന്ന് അങ്ങനെ അങ്ങ് പോയി. അപ്പോൾ ദുഃഖൂശ്വരൻ വാവുമ്മ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകളയായിരുന്നു കുതിരീനെ. അപ്പോൾ ഇവിടെ പിടിച്ച് കിട്ടുമല്ലോ. ഇതൊക്കെ നമ്മൾ പോയൊരു വെള്ളച്ചാട്ടമാണ്. ഇതൊക്കെ എവിടെയാണെന്നൊന്നും ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. കൊള്ളാത്ര തന്നെ, അത് പറയാനേ അറിയൂ. ഇത് കണ്ട ഇതൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് ട്രക്കിങ്ങിന് പോയ വീഡിയോസൊക്കെ ആയിട്ട് ഇതിലാണ് നമ്മൾ പോയ ജീപ്പ്. ഇതിനകത്തുണ്ട് ട്രക്കിങ്ങിൽ കുറച്ച് ഇതൊക്കെ. ഇവിടെയൊക്കെ ദുഃഖൂസ് നല്ല പേടിച്ച് കേട്ടാ. കാരണം ഇങ്ങനെ അവനറിയത്തില്ലല്ലോ, അവൻ പേടിയുള്ളൂ. ഉമ്മി ഇതാ ഇപ്പം വീഴും, ഉമ്മി ഇപ്പം പോവും, ഉമ്മി നമ്മളിപ്പോൾ പോവും ഉമ്മി എന്നൊക്കെ പറഞ്ഞോണ്ട്. പിന്നെ അവൻ അതിലൂടെ അങ്ങ് ചേർന്ന് നല്ല രസമായിരുന്നു. പിന്നെ ഇതിലൊരു ഇതെന്ന് വെച്ചാൽ നമ്മൾ ഈ പോയവരാരും ഞങ്ങൾക്ക് ആർക്കും മുൻകൂട്ടി പരിചയമൊന്നും ഇല്ലാത്ത ഞങ്ങൾ പോയവർ. പക്ഷേ നമ്മൾ തിരിച്ചു വരുന്ന ടൈമിന് എല്ലാവരും ഒരു ഫാമിലി ആയിട്ടാണ് തിരിച്ചു വരുന്നത്. നമ്മൾ മുൻ പരിചയമുള്ളവരെ പോലെയാണ് തിരിച്ചു വന്നത്. എന്തായാലും അറിഞ്ഞുകൂടാത്ത ആൾക്കാരാണെന്നോ അല്ലെങ്കിൽ പരിചയമില്ലാത്തവരാണ് അല്ലെങ്കിൽ തമാശ ഒരുപാട് പേരായിട്ട് തമാശ പറഞ്ഞു, അത് സീരിയസ് ആക്കി എടുത്ത് പ്രശ്നം ഉണ്ടാക്കുക ഒന്നും ചെയ്തില്ല. നമ്മൾ അടിച്ചു പൊളിക്കാൻ പോയി, അടിച്ചു പൊളിച്ചിട്ട് വന്നു, അത്ര തന്നെ. ഒരു വഴക്കോ ഒരു ഇതോ ഒന്നുമില്ല. പിന്നെ അതിലുപരി എന്ന് വെച്ചാൽ നമ്മൾ മക്കളും നമ്മളെ കൂടെ സെറ്റായിട്ട് നിന്ന് അങ്ങനെ. പിന്നെ ക്ഷീണിച്ച് നമ്മൾ തിരിച്ചു പറഞ്ഞ കാര്യമാണിത്. അപ്പോൾ തിരിച്ചു നമ്മൾ ദുഃഖൂസൊക്കെ നല്ല ഉറങ്ങി തുള്ളിച്ചാടി പൊടിച്ച് നശിപ്പിച്ചിട്ട് ഇപ്പോൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം.
നമ്മളെന്താ സ്ഥലത്തെത്തി കടയ്ക്കലെത്തി നമ്മൾ തിരിച്ച് നമ്മൾ ഇവിടെ അടുത്തുള്ളൊരു താത്ത ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ഇക്കായ കടയ്ക്ക് വിളിച്ചിട്ട് അപ്പോൾ ആ താത്താരെ കൂടെ തിരിച്ചപ്പോൾ നമ്മൾ ഓക്കെ ആയാലും ഇപ്പം നമുക്ക് പരിചയക്കാരൊക്കെ ആയി നമ്മളൊരു സഹോദരെ പോലെ തിരിച്ച് ഈ താത്താടെ കൂടെ വരികയും ചെയ്തു. അപ്പോൾ സൂപ്പർ ട്രിപ്പായിരുന്നു. നിങ്ങൾ ഒരു ദിവസമെങ്കിലും പോകണം ഫ്രണ്ട്സ്, അടിപൊളിയാണ്.